ഹലോ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡും ഇക്വറ്റോറിയൽ ഫീൽഡും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ഡൈപോളിൻ്റെ ഒരു കാര്യം തന്നെയാണ് പഠിക്കുന്നത്. ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. എന്താ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആകാം അല്ലെ, വാല്യൂ സെയിം ആവാം. അതായത് ഈ ഒരു റീജിയൻ എവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഏത് പോയിന്റിൽ നമ്മൾ നോക്കിയാലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കുക. അങ്ങനെയുള്ളതിനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫിഗർ തന്നാൽ അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ പാരലൽ ലൈൻസ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അല്ലേ, എല്ലാം പാരലൽ ലൈൻസാണ്. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ഒരു ഡൈപോള് വെച്ചിരിക്കുകയാണ്. -q + q ചാർജ് 2a ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഡൈപോളും അതായത് ഈ ഒരു ഡൈപോൾ ഇവിടെ ഡൈപോൾ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? -q to +q ആണ്. ഈ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ചാർജ് അല്ലെങ്കിൽ ഇവിടെ +q ചാർജും -q ചാർജും ഉണ്ട്. ഈ രണ്ട് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. F = QE എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഈ +q ചാർജിനെ കൊണ്ടും ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. -q ചാർജിനും ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ +QE ഫോഴ്സാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. -q ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഈ ഡയറക്ഷനിലായിരിക്കും. -QE വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. അത് നമുക്ക് ഫിഗറിലൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? +q ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഇങ്ങോട്ടാണ്. -q ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്, ഇങ്ങോട്ടാണ്. ഓക്കെ, ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. എന്തുകൊണ്ട്? q ഈക്വലാണ്, പിന്നെയോ ഇയും ഈക്വലാണ്. പക്ഷെ ഡയറക്ഷൻ മാത്രം വേരി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഈ ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ എന്ത് വരും? QE + -QE. അതായത് ഇറ്റ് വിൽ ബി ക്യാൻസൽഡ് ഔട്ട് അല്ലേ. നെറ്റ് ഫോഴ്സ് ഈസ് 0. നെറ്റ് ഫോഴ്സ് 0 ആയാൽ ആ ഡൈപോളിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല. അത് ഫസ്റ്റ് ഇയറിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ കാര്യം പറയേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ഇയറിൽ ഇക്വിലിബ്രിയം ഓഫ് പാർട്ടിക്കിൾ പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷണൽ മോഷനില്ല. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അവിടെ റൊട്ടേഷണൽ മോഷനും ഇല്ല. അങ്ങനെ ഉള്ളൊരു പോയിന്റ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ഇവിടെയും അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. ഈക്വൽ ആൻഡ് പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സിന് നമ്മളൊരു പേര് പറയുമായിരുന്നു, കപ്പിൾ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കപ്പിൾ. അപ്പോൾ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ ഡൈപോളിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചാൽ ഇതിനൊരു റൊട്ടേഷൻ ഉണ്ടാകും. ഈ പോയിന്റ് നമുക്ക് നോട്ടിൽ കൺസിഡർ ചെയ്താൽ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡൈപോൾ ഈസ് 0, therefore no translational motion. ഓക്കെ, ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. അത്
ഓർക്കുക. കാരണം എക്സാമിനൊക്കെ ഇങ്ങനെ 1 മാർക്കിനൊക്കെ ആയിട്ട് ട്രൂ ഓർ ഫോൾസോ അങ്ങനെ വരാറുള്ള ക്വസ്റ്റ്യനാണ്. ഡ്യൂ ടു കപ്പിൾ ഡൈപോൾ വിൽ റൊട്ടേറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് മീൻസ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ് അല്ലേ. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ടോർക്ക് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് -q കൊണ്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, +q കൊണ്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ലൈനിലാണ് QE ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ലൈനിലാണ് -QE ഈ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ രണ്ട് ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ കാണിക്കുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 2a ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. അതായത് ടോർക്ക് ഇസ് ഈക്വൽ ടു QE ഇൻറ്റു 2a സൈൻ തീറ്റ. ഇവിടെ വാട്ട് ഈസ് Q ഇൻറ്റു 2a? Q ഇൻറ്റു 2a എന്ന് പറയുന്നത് അതന്നെ ഡൈപോൾ മൊമെൻറ്റ്, അതായത് PE സൈൻ തീറ്റ വരും. ടോ ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. അപ്പോൾ ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ വെക്റ്റർ ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E അല്ലേ. അതായത് A ക്രോസ് B, വെക്റ്റർ A ക്രോസ് വെക്റ്റർ B AB സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ അതേപോലെ ടോർക്ക് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു P ക്രോസ് E. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരിക? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് P ആൻഡ് E. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് സപ്പോസ് ഇത് E ആണ്, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ P ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡൈപോളിനെ സിറ്റുവേറ്റ് ചെയ്താൽ ഈ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ടോർക്ക് ആക്ട് ചെയ്യുക. അതായത് ഇൻ ടു ദി പ്ലെയിൻ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഡൈപോൾ വെക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇതിനെങ്ങനെ മാറ്റം വരും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് കേസ് നോക്കുകയാണ്. ഒന്നാമത്തെ കേസിൽ അവിടെ എഴുതിയ ഇക്വേഷൻ തന്നെ ഇവിടെ നിന്ന് വേഗം റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ടോ ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. അപ്പോൾ കേസ് 1, ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 0, അതായത് ഈ സൈൻ തീറ്റയിലുള്ള തീറ്റ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സൈൻ 0? 0. ദെർഫോർ ടോ ഇസ് ഈക്വൽ ടു 0. ടോർക്ക് 0 ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തു, ഒരു ഡൈപോളും കൺസിഡർ ചെയ്തു. ഇത് രണ്ടും ഡൈപോൾ മൊമെൻ്റ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക? -q ടു +q. ഇത് രണ്ടും പാരലൽ വെക്റ്റേഴ്സ് ആണ്. അതായത് ഇത് രണ്ടും തമ്മിലിടയിൽ ആംഗിൾ 0 ആണ് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ടോർക്ക് 0 ആയിരിക്കും. അതിനൊരു റൊട്ടേഷനും ഉണ്ടാവില്ല. ടോർക്ക് 0 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ദെൻ ടോർക്ക് എന്ത് കിട്ടും? ടോർക്ക് എന്താ വരിക? സൈൻ 90 എത്രയാണ്? 1 അല്ലേ. ടോർക്ക് ഇസ് ഈക്വൽ ടു PE ഇൻറ്റു 1 ദാറ്റ് ഈസ് PE എന്ന് കിട്ടും. ടോർക്ക് മാക്സിമം ആയിരിക്കും. ഫിഗർ കാണിച്ചു തരാം. ഇലക്ട്രിക് ഫീൽഡ് E നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ഡൈപോൾ കൺസിഡർ ചെയ്തത്. ഡൈപോൾ മൊമെൻ്റ് നമ്മൾ വരച്ചു -q +q. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഡൈപോളിൻ്റെ മുകളിൽ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇറ്റ് റൊട്ടേറ്റ്സ്. മൂന്നാമത്തെ കേസിൽ ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, അതായത് ഈ തീറ്റ 180 ആയി എന്ന് വിചാരിക്കുക. സൈൻ 180 അത് അഗെയിൻ 0 ആണ്. ദെർഫോർ ടോ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് കൺസിഡർ ചെയ്തു. ഡൈപോൾ മൊമെൻറ്റ് -q ടു +q ഈ ഡയറക്ഷനിലാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടുമാണ്. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു എന്താ വരിക? 180 ഡിഗ്രിയാണ് വരിക അല്ലെ. ഒരു പ്രൊട്രാക്ടറിൻ്റെ
ആംഗിൾ പോലെ, സെമി സർക്കിൾ പോലെ 180 ഡിഗ്രിയാണ് വരിക. ഇതിന് പറയുന്നത് ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ്. ഇത് പാരലൽ, ആൻറ്റി പാരലൽ, ദിസ് ഇസ് പെർപെൻഡിക്കുലർ. ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ് വരുമ്പോഴും ടോർക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ഓർ ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. If the dipole moment and electric field are parallel, then torque is equal to 0. Torque is minimum. Similarly, if P and E are anti-parallel, tau is again minimum or tau is equal to 0. If the dipole and electric field are perpendicular to each other, then maximum torque experienced by the dipole. Clear? Okay.